നിങ്ങളുടെ സഹോദരി 3 മാസം ഗർഭിണിയാണ്. പെട്ടെന്നൊരു നിമിഷം വന്ന് പോലീസുകാർ ആ സഹോദരിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിലടക്കുന്നു. ഒപ്പം ഒരു ഭീകരവാദ നിയമം ആ സഹോദരിയുടെ മേലിൽ ചാർത്തി കൊടുക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ മനോനില? ഏത് രീതിയിലായിരിക്കും നിങ്ങൾ അവൾക്ക് വേണ്ടി പോരാടുക? ആ പോരാട്ടമാണ് ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. വെറുതെ ഇരിക്കരുത്, ശബ്ദിക്കുക തന്നെ വേണം. സഫൂറ സർഗറയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഏപ്രിൽ 10 സഫൂറ സർഗറയെ ഡൽഹി പോലീസ് അമിത്ഷായുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഡൽഹി പോലീസ് എന്തിൻ്റെ പേരിലാണ് സഫൂറ സർഗറയ്ക്ക് നേരെ 18 കുറ്റങ്ങൾ ചുമത്തിയത്? എന്തിൻ്റെ പേരിലാണ് സഫൂറ സർഗറയ്ക്ക് UAPA ചുമത്തിയത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റവാളികളെ പാർപ്പിക്കുന്ന തീഹാർ ജയിലിലേക്ക് നമ്മുടെ സഹോദരിയായിട്ടുള്ള സഫൂറ സർഗറയെ എന്തിനാണ് അയച്ചത്? എന്തിനാണ് അവിടെ തടവിലാക്കിയത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ഞങ്ങൾ നൽകാം, പക്ഷേ ഡൽഹി പോലീസിനുണ്ടാവില്ല. സഫൂറ സർഗറെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക്, പ്രകടനങ്ങൾക്ക്, സമരങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ആർജവമുള്ള യുവതിയായിരുന്നു. 27 വയസ്സുകാരിയാണ് സഫൂറ സർഗറെ. 3 മാസം ഗർഭിണിയുമാണ്. പ്രിയമുള്ളവരെ, സഫൂറ സർഗറയെ ഡൽഹി പോലീസ് കൊറോണ കാലത്ത് വേട്ടയാടിയതാണ്. എന്താണ് സഫൂറ സർഗറെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്? ജാമിയ മിലിയയിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭകരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടി ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. ഇത് മാത്രമാണ് സഫൂറ സർഗറെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് കഷ്ടപ്പാടുകളോടുകൂടി ചെയ്ത കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഭീകരവാദ പ്രവർത്തനമുണ്ടോ? തീവ്രവാദ പ്രവർത്തനമുണ്ടോ? ആരെയെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് സഫൂറ സർഗറെ എന്ന 27 വയസ്സുകാരി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വിഷയം ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതിൽ കാണാനില്ല. പക്ഷേ ഡൽഹി പോലീസ് 18 കുറ്റങ്ങൾ സഫൂറ സർഗറയ്ക്ക് നേരെ ചുമത്തിയിട്ടുണ്ട്. ഈ 18 കുറ്റങ്ങളിൽ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. സഫൂറ സർഗറയ്ക്ക് നേരെ ആയുധങ്ങൾ കൈവശം വെച്ചു എന്ന ഒരു കുറ്റം ചുമത്തിയിട്ടുണ്ട്. എവിടെയാണ് സഫൂറ സർഗറയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ? സഫൂറ സർഗറയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ മാരകായുധങ്ങൾ എവിടെയാണ്? അതെന്തുകൊണ്ടാണ് പോലീസ് പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കാത്തത്? അതായത് മാധ്യമങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങൾ നൽകാത്തത്? എവിടെയാണ് സഫൂറ സർഗറയുടെ ഭീകരവാദ ബന്ധം? അങ്ങനെ ഒരു തെളിവും ഡൽഹി പോലീസിന് വസ്തുതാപരമായ രീതികളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്താൻ സാധ്യമായിട്ടില്ല. എന്നേക്ക് സാധ്യമായിട്ടില്ല. പക്ഷേ ആ സ്ത്രീക്ക്, ആ യുവതിക്ക് UAPA എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കരിനിയമം ചുമത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും തടവിൽ കിടക്കാൻ സാധ്യതയുള്ള ആ കരിനിയമം ആ ഗർഭിണിയെ വേട്ടയാടുമ്പോൾ ശബ്ദമുയരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരിയായിരുന്നുവെങ്കിൽ, നമ്മുടെ ഉമ്മയായിരുന്നുവെങ്കിൽ, നമ്മുടെ അമ്മയായിരുന്നുവെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നു? ആ യുവതി ഒരു ഭാര്യയാണ്. സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ഫോൺ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അതുപോലും നൽകാൻ തീഹാർ ജയിലിലെ അധികൃതർ തയ്യാറായില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ഡൽഹി കലാപം ആരുടെ ആസൂത്രിതമാണ്? ഡൽഹി കലാപത്തിന്റെ പേരിലാണ് സഫൂറ സർഗറയ്ക്ക് നേരെ ഭീകരവാദ ബന്ധം അഥവാ UAPA ചാർത്തിയിട്ടുള്ളത്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന്, തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന് NIA അവകാശപ്പെടുന്നത്. ആരാണ് ഡൽഹി കലാപത്തിന് നേതൃത്വം നൽകിയത്? കപിൽ മിശ്രയാണ്. പക്ഷേ കപിൽ മിശ്ര ഇന്ന് ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച്
കപിൽ മിശ്രക്ക് ചുറ്റുമുള്ള അംഗരക്ഷകരുടെ ബലത്തോടുകൂടി AC കാറിലിരുന്ന് സുഖവാസ യാത്ര നടത്തുന്നുണ്ട്. പക്ഷേ അതിനെതിരെ പോരാടിയ, അതിലിരകളാക്കപ്പെട്ടവർ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അവർ കുറ്റക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ഒരു യുവതിയാണ് സഫൂറ സർഗറെ എന്ന് പറയുന്ന ഈ ശക്തയായ സ്ത്രീ. ആ സ്ത്രീയെയാണ് ഒരു കാരണവുമില്ലാതെ ഇപ്പോൾ വേട്ടയാടിയിട്ടുള്ളത്. ജയിലിലുള്ള തടവുകാർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിച്ചു കൊടുത്ത് അവരെ പുറത്തിറക്കാനുള്ള നീക്കമാണ് കോടതികളിൽ ഈ കൊറോണ കാലത്ത് നടക്കുന്നുള്ളത്. എന്നാൽ ഈ സമയം, ഈ കൊറോണ കാലത്ത് UAPA പോലെയുള്ള കരിനിയമം ചാർത്തിയിട്ട് ഗർഭിണിയായ സഫൂറ സർഗറയെ തടവിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് വ്യക്തമായ ഗൂഢാലോചനയാണ്. കൊറോണ കഴിയുമ്പോൾ രാജ്യത്ത് നടന്നിരുന്ന പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണം. അത് അവർ ഭയത്തോടു കൂടി നോക്കിക്കാണണം. അതിനു വേണ്ടിയിട്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ബലിയാടൽ ചടങ്ങാണ് ഈ സഫൂറ സർഗറെ എന്ന് പറയുന്ന 27 വയസ്സുകാരി. അതിനാൽ സഫൂറ സർഗറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിക്കാൻ തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ തയ്യാറാകണം. പക്ഷെ നിലവിൽ കൊറോണ കാലമാണ്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. നമ്മുടെ പ്രതിഷേധങ്ങൾ നവമാധ്യമങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധ്യമാകും. സഫൂറ സർഗറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാക്കുകൾ ഓരോ നിമിഷവും ജ്വലിച്ചു തന്നെ നിൽക്കേണ്ടതുണ്ട്. കാരണം സഫൂറ ശബ്ദിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഡൽഹി കലാപത്തിൽ ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഡൽഹി കലാപത്തിന് ആസൂത്രണം ചെയ്തിട്ടുള്ള BJP നേതാക്കൾക്കെതിരെയാണ് ആർജവമുള്ള ശബ്ദം ഉയർന്നിട്ടുള്ളത്. ആ ശബ്ദം ഇനിയും ഈ രാജ്യത്ത് ഉയരണമെന്നുണ്ടെങ്കിൽ UAPA ചാർത്തിയിട്ട് സഫൂറ സർഗറയെ കേന്ദ്രം വേട്ടയാടിയതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ഉയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം സഫൂറ സർഗറെ നമ്മുടെ സഹോദരിയാണ്. ആ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറയേണ്ടത് നമ്മളും കൂടിയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.